നമസ്കാരം. നമ്മളുടെയൊക്കെ കാഴ്ചകളുടെ ലോകം അവസാനിക്കുന്ന ഇടത്തു നിന്ന് കാഴ്ചകൾ കണ്ടു തുടങ്ങുന്ന ചിലരുണ്ട്. അത്തരത്തിലുള്ള ഒരാളാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്, ശ്രീ രജനീഷ് ഹെൻറി. നമസ്കാരം. നമസ്കാരം. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അകക്കണ്ണിൻ്റെ വെളിച്ചത്തിൽ കാഴ്ചാ പരിമിതരുടെ ജീവിതം വലിയ വ്യത്യാസങ്ങൾ വരുത്തിയ ഒരാളാണ്. കാഴ്ചാ പരിമിതരുടെ ലോകം പഴയതുപോലെ ഇപ്പോൾ അത്ര ഇരുട്ടിലല്ല. കാരണം രജനീഷ് ഹെൻറിയെ പോലുള്ള വ്യക്തിത്വങ്ങളാണ്. വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിൽ അതിൻ്റെ സെക്രട്ടറി ജനറലാണ് ഇപ്പോൾ ശ്രീ രജനീഷ് ഹെൻറി. അദ്ദേഹം ഈ യാത്ര നടത്തിയ വളരെ എളുപ്പത്തിൽ എത്തിച്ചേർന്നൊരു സ്ഥലമല്ല. വളരെയധികം യാതനകൾ അതിൻ്റെ പിന്നിലുണ്ട്. തീർച്ചയായും ആ യാത്രയെക്കുറിച്ചുള്ള അറിവുകൾ, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഒക്കെ നമുക്ക് വലിയ പ്രചോദനമായിരിക്കും. വലിയ സന്തോഷം, അഭിമാനം തങ്ങളോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ കഴിഞ്ഞതിൽ. താങ്ക് യു. കോഴിക്കോട്ട് നിന്നുള്ള ഒരാൾ, പ്രത്യേകിച്ച് ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നിന്ന് വന്ന ഒരാൾ, എങ്ങനെയാണ് ഈ രാജ്യാന്തര തലത്തിലേക്ക് എത്തിപ്പെട്ടത്? ആ ക്രിക്കറ്റിൻ്റെ സംഘാടന മികവിലേക്ക് എത്തിപ്പെട്ടത്? ആ യാത്ര അത്ര എളുപ്പമല്ലെന്നറിയാം, എങ്കിലും അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? ക്രിക്കറ്റ് എനിക്ക് വളരെ ചെറുതായിരുന്നപ്പോഴേ ക്രിക്കറ്റിനോടുള്ള പാഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യം സൈറ്റ് ഉണ്ടായിരുന്നു. 6 വയസ്സായപ്പോഴാണ് കാഴ്ച നഷ്ടപ്പെട്ടത്. അപ്പോൾ ആദ്യത്തെ വർഷങ്ങളിൽ തന്നെ ഞാൻ ടി വിയിൽ ക്രിക്കറ്റ് കാണുക, അങ്കിൾമാരുടെ കൂടെ. അങ്കിൾമാരൊക്കെ ആ കാലത്ത് കാലിക്കറ്റ് നല്ല ക്രിക്കറ്റ് കളിക്കാരൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ തുടങ്ങിയ ഒരു ക്രിക്കറ്റ് ഇഷ്ടമാണ്. അത് കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷവും ആ ഒരു ഇഷ്ടം തുടർന്നു, പാഷൻ അങ്ങനെ തന്നെ തുടർന്നു. അത് പിന്നീട് ക്രിക്കറ്റ് ഒരു കമ്പാനിയനായിട്ട്, അതായത് കാഴ്ചയില്ലാത്ത സമയത്തുണ്ടായ എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കാനായിട്ട് ക്രിക്കറ്റ് സഹായിച്ചു. പിന്നീട് ബ്ലൈൻഡ് ക്രിക്കറ്റ് വന്നു, അതിൽ കളിച്ചു. പിന്നെ ക്രിക്കറ്റ് എങ്ങനെയെങ്കിലും പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ കൂടുതൽ കാഴ്ചയില്ലാത്തവരുടെ ക്രിക്കറ്റ് മെയിൻ സ്ട്രീം ക്രിക്കറ്റ് പോലെ തന്നെ വളരണമെന്നൊക്കെയുള്ളൊരു ആഗ്രഹം കൊണ്ട് സ്വന്തം നടത്താൻ ഇറങ്ങി തിരിച്ചു കുറേ കൂട്ടുകാരുമായിട്ട്. പക്ഷെ അവിടുന്ന് തുടങ്ങി. അത് പിന്നെ ഈ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് വരെ എത്തുമെന്നൊന്നും വിചാരിച്ചില്ല, പക്ഷേ അങ്ങനെ സംഭവിച്ചു. എന്തായാലും വളരെ പ്രചോദനാത്മകമായൊരു യാത്രയാണ്. മഹാരാജാസ് കോളേജിൽ എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ എറണാകുളത്തെ ജീവിതം ഇതിനെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ സഹായിക്കാനൊക്കെ ഒത്തിരി പേര് ഇത്തരം കോളേജ് കാലഘട്ടങ്ങളിലാണ് നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ കിട്ടുന്നത്. ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് എങ്ങനെയാണ് ഓർക്കുന്നത്? തീർച്ചയായിട്ടും മഹാരാജാസ് കോളേജാണ് ബ്ലൈൻഡ് ക്രിക്കറ്റിന് ഏറ്റവും കൂടുതൽ ഫൗണ്ടേഷൻ തന്ന ഒരു സ്ഥലമാണത്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം മറ്റ് ക്രിക്കറ്റേഴ്സ് കളിക്കുന്ന സമയത്ത് കളി കാണാൻ പോവുക, അവരുടെ കൂടെ നടക്കുക എന്നൊക്കെയുള്ളൊരു വലിയൊരു ഇഷ്ടമുള്ളൊരു കാലമായിരുന്നു. ബ്ലൈൻഡ് ക്രിക്കറ്റ് അന്ന് ഉണ്ടെങ്കിലും അത്ര സജീവമായി തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ. അപ്പോൾ എനിക്ക് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ലിജോയ് ടി വർഗീസ്. ലിജോയ് കോളേജ് ടീമിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലിജോയുടെ കളി കാണാനൊക്കെ പോകും. പിന്നീട് അദ്ദേഹം ആ സമയത്ത് സ്വാൻഡൻസ് ക്രിക്കറ്റ് ക്ലബ്ബിൽ, എറണാകുളത്തെ പ്രശസ്തമായ ഒരു ക്ലബ്ബാണ്. അപ്പോൾ അവിടുന്ന് പല ക്രിക്കറ്റ് കളിക്കാരെ പരിചയപ്പെടാനും, ഇപ്പോഴത്തെ പല ഒഫീഷ്യൽസ്, നമ്മുടെ BCCIയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ WPL ചെയർമാനായ ജയേഷ് ജോർജിനെ ഉൾപ്പെടെ പരിചയപ്പെട്ടത് അവിടുന്നാണ് സത്യത്തിൽ ക്രിക്കറ്റുമായിട്ടുള്ള ഇത്രയും ബന്ധം. ഒരു പക്ഷേ മഹാരാജി പഠിച്ചില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചിലപ്പം ഇത്രയും ഭംഗിയായിട്ട് നടക്കില്ലായിരുന്നു. പിന്നീട് ശ്രീശാന്ത്, ടിനു യോഹന്നാൻ തുടങ്ങിയുള്ള എല്ലാ ക്രിക്കറ്റേഴ്സും ലൈൻ ക്രിക്കറ്റുമായിട്ട് ആരൊക്കെ അസോസിയേറ്റ് ചെയ്തോ അതെല്ലാം ഈ ഒരു മഹാരാജാസ് എന്നുള്ള കോളേജ്, എറണാകുളം കാലഘട്ടമാണ് സത്യത്തിൽ ബ്ലൈൻഡ് ക്രിക്കറ്റിന് വലിയൊരു ഫേസ് ഉണ്ടാക്കിയത്. അന്ന് നല്ല കുറേ കാഴ്ചയില്ലാത്ത സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ സ്ഥിരമായി ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ഇതെല്ലാമാണ് എറണാകുളത്തെ ആ ഒരു കാലഘട്ടത്തെ പറ്റി പറയാനുള്ളത്. പ്രധാനമായിട്ട് 90കൾ തൊട്ട് നമ്മൾ കളിക്കളത്തിലുണ്ട്. അതിനുശേഷം സംഘാടന മികവിലേക്ക് മാറി. അപ്പോൾ കളിയിൽ നിന്നൊരല്പം മാറി ചിന്തിച്ച പുതിയ തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി മാറേണ്ടി വന്നു എന്ന് തോന്നുന്നില്ല. ആദ്യ കാലഘട്ടങ്ങളിൽ പൂർണ്ണമായും ക്രിക്കറ്റ് കളിയിലായിരുന്നല്ലോ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്, അല്ലേ? അതെ. 90s കേരളത്തിൽ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ബ്ലൈൻഡ് ക്രിക്കറ്റ് വരുന്നത് 90s ഫസ്റ്റ് നാഷണൽ ടൂർണമെൻറ്റ് നടന്നു. 95ഓടുകൂടി അത് കേരളത്തിലേക്ക് എത്തുന്നു. ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കളിക്കണമെന്നുള്ളൊരു, എങ്ങനെ ബ്ലൈൻഡ് ക്രിക്കറ്റ് കളിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ആ കാലഘട്ടത്തിൽ ബ്ലൈൻഡ് സ്കൂളുകളിലൊക്കെ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നത് ടിന്നുകളിനുള്ളിൽ എന്തെങ്കിലും കിലുക്കുണ്ടാക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കുന്നു, അതോടൊപ്പം ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ 95 ക്രിക്കറ്റ് വന്നപ്പം വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളെല്ലാവരും അത് ഏറ്റെടുത്തു. 97 ഒഫീഷ്യലായിട്ടൊരു ഫസ്റ്റ് ടൂർണമെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം ഫുള്ളായിട്ട് ക്രിക്കറ്റ് കളിച്ച് എൻജോയ് ചെയ്തിരുന്നു. എന്നും തന്നെ കളിക്കുമായിരുന്നു. പിന്നെ സ്റ്റേറ്റ് ലെവലിൽ അന്ന് ടൂർണമെൻറ്റുകൾ ഉണ്ടായിരുന്നു. കേരള ടീം ഞാൻ 14 ഇയേഴ്സ് കളിച്ചു. 2002 എൻ്റെ പീക്ക് ഫോം ഉള്ള വർഷം അതാണ്. അതിൽ ഇന്ത്യൻ A ടീം വരെ കളിച്ചു. ഇംഗ്ലണ്ടിനും ഓസ്ട്രേലിയക്കെതിരെ വാം അപ്പ് മാച്ച്, അന്ന് വേൾഡ് കപ്പ് നടന്നിരുന്നു.
അങ്ങനെയൊക്കെ ഒരുപാട് കളിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ 2006 കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ക്രിക്കറ്റ് നിലച്ചു. ബ്ലൈൻഡ് ക്രിക്കറ്റ് കാര്യമായിട്ട് മുന്നോട്ട് പോയില്ല. അപ്പോൾ ആ ഫേസിൽ ക്രിക്കറ്റ് കളിച്ചിരുന്നവരെല്ലാവരും കൂടിയാണ് 2010 ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് ഇൻ ഇന്ത്യ, ഇപ്പോഴത്തെ നമ്മുടെ മെയിൻ സ്ട്രീം ബോർഡായിട്ടുള്ള ബ്ലൈൻഡ് ക്രിക്കറ്റിൻ്റെ, അതായത് മെയിൻ സ്ട്രീം ബോർഡ് പോലെ BCCI പോലെ തന്നെ ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് ഇൻ ഇന്ത്യ എന്ന സംഘടന രൂപീകരിച്ചത്. അവിടെ മുതൽ നമ്മൾ ഈ ക്രിക്കറ്റിൻ്റെ ഇതിലേക്ക് വന്നു. പക്ഷേ അന്നേരം കളി നിർത്തേണ്ടതായിട്ട് വന്നു. കാരണം നമ്മൾ രണ്ട് കാര്യങ്ങളും കൂടി ഒരുമിച്ച് ചെയ്യാനായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അങ്ങനെയാണ് ക്രിക്കറ്റ് കളി നിർത്തേണ്ടി വന്നത്. വളരെ ഏർലി തന്നെ നിർത്തേണ്ടി വന്നു. പ്രധാനമായിട്ട് ഇതിൽ ഉപയോഗിക്കുന്ന കളി സാധനങ്ങൾ അതെല്ലാം പ്രത്യേകതയുള്ള, കാരണം കാഴ്ചയെ നമുക്ക് മറച്ചുകൊണ്ട് ഇരുട്ടങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമുക്കിത് കളിക്കാൻ സാധിക്കുക? അതിനുവേണ്ടി എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തുക? ഇപ്പോൾ എൻ്റെ മുമ്പിൽ തന്നെ ഒരു പന്തുണ്ട്. ഈ പന്തിൻ്റെ പ്രത്യേകതയുണ്ട്, അതുപോലെ സ്റ്റമ്പിന് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഇതിൻ്റെ പ്രത്യേകത? പ്രത്യേകിച്ച് ഞാൻ ഈ പന്ത് ഇപ്പോൾ കയ്യിലോട്ട് എടുക്കുകയാണ്. ഇത് ഒരു കിലുങ്ങുന്ന വസ്തു ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലേ? അതെ. ഇതൊരു ഹാർഡ് മിക്സ്ഡ് പ്ലാസ്റ്റിക് ബോളാണ്. അതിനകത്ത് നമ്മൾ ബോൾ ബെയറിങ്ങിന് ഉപയോഗിക്കുന്ന പെബിൾസ് അതാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അത് സീൽ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അത് ആ കിലുക്ക് ആ പെബിൾസ് മൂവ് ചെയ്യുന്ന സൗണ്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് പ്ലാസ്റ്റിക് ബോളിനകത്ത്. ശരി. ഇതാണ് ബോളിലുള്ള വ്യത്യാസം, ആണ് ഈ ക്രിക്കറ്റിലെ ഏറ്റവും മെയിനായിട്ടുള്ള ഡിഫറൻസ്. അതാണ് സൗണ്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കളിക്കുന്നത്. പിന്നെ 3 കാറ്റഗറിയിലുള്ള കളിക്കാരാണ് ഇതിലുണ്ടാവുക. അതിൽ ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ള കാറ്റഗറി B1 ആണ്. അവർ ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ സൗണ്ടിനെയാണ്. B2 B3 പാർഷ്യലി ബ്ലൈൻഡും പാർഷ്യലി സൈറ്റഡും ആണ്. അത് 2 മീറ്റർ വരെ ക്ലിയർ വിഷനും 6 മീറ്റർ വരെ ക്ലിയർ വിഷനുമാണ് ഈ B2 B3 കാറ്റഗറി. അവരുടെ എണ്ണം 3ഉം 4ഉം ആണ്. അങ്ങനെ 4 3 4 ഇതാണ് കോമ്പിനേഷൻ പ്ലേയിങ് 11-ൻ്റെ. പിന്നെ സ്റ്റംപ്സ് മെറ്റാലിക് സ്റ്റംപ്സ് ആണ്. അത് നോൺ റിമൂവബിൾ ബെയിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു മെറ്റാലിക് സ്റ്റമ്പാണ്. അത് ഈ ബോളും സ്റ്റമ്പുമാണ് നമ്മുടെ ഏറ്റവും വ്യത്യാസമായിട്ടുള്ള, നോർമൽ ക്രിക്കറ്റ് എന്നുള്ള വ്യത്യാസമായിട്ടുള്ള 2 വസ്തുക്കൾ ഇതാണ്. അതിൽ പിന്നെ സ്റ്റംപ്സ് എന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മൾ ബോളേഴ്സ് ബോൾ ചെയ്യാൻ നേരത്ത് ഡയറക്ഷൻ എടുക്കുന്നതും അതേപോലെ ബാറ്റ് ചെയ്യാൻ നേരത്ത് ബാറ്റേഴ്സ് ക്രീസ് മെഷർ ചെയ്യുന്നതൊക്കെ ഈ സ്റ്റംപ്സിൽ പിടിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ബെയിൽ എപ്പോഴും താഴെ പോവുക, ആ ഒരു സിസ്റ്റം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റാലിക് സ്റ്റമ്പ് നോൺ റിമൂവബിൾ ബെയിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ കാര്യങ്ങളും ക്രിക്കറ്റ് ബാറ്റ്സും ഗിയേഴ്സും എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നത് നോർമൽ ക്രിക്കറ്റിന് ഉപയോഗിക്കുന്ന അതേ മെറ്റീരിയൽസ് ഒക്കെ തന്നെയാണ്. ഞാൻ സംശയം ചോദിക്കുന്നത്, ഈ ക്യാച്ചൊക്കെ എടുക്കുന്ന നേരത്ത് നമുക്ക് ഈ ശബ്ദം കൊണ്ട് തിരിച്ചറിഞ്ഞ് തന്നെ പൂർണ്ണമായിട്ടും എടുക്കുകയാണ് ചെയ്യുന്നത്? അത് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ കിലുക്കം കേട്ടിട്ട് ഈ ബോൾ ട്രാവൽ ചെയ്യുമ്പോൾ, എയറിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും കിലുക്കം കിട്ടാറില്ല. പിന്നെ ബോൾ കൂടുതലും സ്വീപ്പ് ഷോട്ട്സ് ആണ്. വളരെ റെയർ ആയിട്ടാണ് ബോൾ അതേപോലെ പൊങ്ങുന്നുള്ളൂ. ചില സമയത്ത് ചില പെർട്ടിക്കുലർ പൊസിഷൻ ഉപയോഗിച്ച് ബാറ്റ് കൊണ്ട് അടിക്കുമ്പോൾ മാത്രമാണ്. അത് B3 കാറ്റഗറിയിലുള്ള കണ്ടിട്ട് കളിക്കുന്നവരാണ് അങ്ങനെ അടിക്കുന്നത്. അപ്പോൾ ക്യാച്ചിന് സാധ്യതകൾ എടുക്കാനുള്ള സാധ്യതയുള്ളത് ഈ B2 B3 കാറ്റഗറിക്കാരാണ്. അവർ അത് കണ്ടിട്ട് തന്നെയാണ് ആ ക്യാച്ച് എടുക്കുന്നത്. കേട്ടിട്ട് എടുക്കാനുള്ള സാധ്യത കുറച്ച് ഫീൽഡ് ചെയ്യാൻ പറ്റും. കേട്ടിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് ഓടി കവർ ചെയ്ത് ഡൈവ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ ഈ ബോളിൻ്റെ ആകെയുള്ളൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്, ഈ ബോൾ എയറിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കിലുക്കം തരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ. എന്തായാലും ഇപ്പം വലിയ നമ്മളൊരു വിജയത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുകയാണ്. പ്രധാനമായിട്ട് ആദ്യത്തെ വനിതാ കാഴ്ചപരിമിതരുടെ ലോകകപ്പിൻ്റെ കിരീടം നമ്മളുടെ വനിതകൾ ഏറ്റുവാങ്ങുകയുണ്ടായി. എത്രത്തോളം അഭിമാനമുള്ള ഒരു മുഹൂർത്തമാണ് അത്? എത്രത്തോളം പ്രചോദനം നൽകുന്നുണ്ട് നമ്മുടെ ഈ ഒരു യാത്രയ്ക്ക്? അത് വലിയ പ്രചോദനമാണ്, ഭയങ്കര അഭിമാനമുള്ള നിമിഷമാണ്. ഞാൻ ആക്ച്വലി വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിലിൻ്റെ സെക്രട്ടറി ജനറലാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ ടീം ബിൽഡ് ചെയ്തതിൽ, അല്ലെങ്കിൽ ടീമിൻ്റെ ഈ പ്ലാറ്റ്ഫോം ഒരുക്കിയതിലൊക്കെ ഒരുപാട് റോള് എൻ്റെ ടീമിൻ്റെ ഒപ്പം, ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് ഇൻ ഇന്ത്യയുടെ ഒപ്പം അല്ലെങ്കിൽ സ്റ്റേറ്റ് അസോസിയേഷൻസിൻ്റെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും, ഈ വേൾഡ് കപ്പ് ഓർഗനൈസ് ചെയ്ത സമയത്ത് ഫുൾ ടൈം നമ്മൾ ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്നതിലും അവരുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് നേരിട്ട് പ്ലെയേഴ്സുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇപ്രാവശ്യം ഇൻവോൾവ് ചെയ്തിരുന്നില്ല. പക്ഷേ ഈ ജയിച്ച ഒരു മൊമെൻറ്റിൽ സത്യത്തിൽ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഈ സംഘാടകൻ, കാരണം വെച്ചാൽ നമുക്ക് വിന്നാണ് എപ്പോഴും ക്രിക്കറ്റിനോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും ഒരു വിന്നാണ് പലപ്പോഴും ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിക്ടറി അതിൽ വളരെ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ജയിച്ചതിൽ വളരെ സന്തോഷവും അഭിമാനവും ഒക്കെയാണ് ആ സമയത്ത്. ഈവൻ സെക്രട്ടറി ജനറൽ വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിലാണെങ്കിലും ഞാനത് ഒരുപാട്
ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു. ഞാൻ ആ സമയത്ത് സ്പെഷ്യൽ മാച്ച് ഒഫീഷ്യൽസിൻ്റെ TV റൂമിലായിരുന്നു. പക്ഷേ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു ഒറ്റയ്ക്ക്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത് ഒരുപാട് മാറ്റങ്ങൾ ബ്ലൈൻഡ് ക്രിക്കറ്റിൽ ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി തന്നെ കണ്ടിരുന്നു. പ്രത്യേകിച്ച് കാഴ്ച പരിമിതരായ പെൺകുട്ടികളുടെ കാര്യത്തിലെന്ന് പറയുമ്പോൾ ഇതേപോലെ ഒരു ടീം ഗെയിമുകളോ അല്ലെങ്കിൽ അവർ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഗെയിംസ് ഒന്നും തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ ഇന്ത്യ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യയിൽ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കാഴ്ച പരിമിതരായ പെൺകുട്ടികളെ ഇങ്ങനെ മെയിൻ സ്ട്രീമിൽ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്രിക്കറ്റ് പോലെയുള്ളൊരു ഗെയിമിൽ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ മുൻകൂട്ടി കണ്ടിരുന്നു. അത് സംഭവിച്ചു. അതിൽ വളരെ സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലാണ് എനിക്കുള്ളത്. പ്രധാനമായിട്ട് ആദ്യഘട്ടങ്ങളിലൊക്കെ മാധ്യമങ്ങൾ പോലും കാര്യമായ ഒരു വിസിബിലിറ്റി ഈ കാഴ്ചപരിമിതരുടെ ക്രിക്കറ്റിന് നൽകിയിരുന്നില്ല. പിന്നീടാണ് ഈ അടുത്ത കാലത്തൊക്കെയാണ് കുറേ കൂടെയൊക്കെ വാർത്തകളിലൊക്കെ സജീവമായി രംഗത്ത് വന്നത്. നിങ്ങളുടെയൊക്കെ പ്രവർത്തനം കൊണ്ട് ഉണ്ടായ ഒരു മാറ്റം തന്നെയാണ് തീർച്ചയായിട്ടും. എന്നാൽ ലോകം എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ബ്ലൈൻഡ് ക്രിക്കറ്റിനെ കാണുന്നത്? പ്രത്യേകിച്ച് വേൾഡിലെ പ്രധാനപ്പെട്ട ടീമുകളെല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ്? വലിയ മാറ്റമാണ്. നമ്മൾ ഇപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യക്ക് പുറമെ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ക്രിക്കറ്റ് ഫ്രണ്ട്ലി രാജ്യങ്ങൾ കുറേ പേര് ഇൻവോൾവ് ചെയ്യുമെന്നുള്ളത് നമുക്കറിയാം. പുറമെ ഇപ്രാവശ്യം US പങ്കെടുത്തു എന്നുള്ളത് വലിയൊരു അത് ഇന്ത്യയാണ് നമ്മളുടെ ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ് എടുത്താണ് US നമ്മുടെ പേരൻറ്റ് ബോഡി ആയിട്ടുള്ള സമർത്ഥനം ട്രസ്റ്റ് ഫോർ ദ ഡിസേബിൾഡും കൂടി ചേർന്ന് US പോയി അവിടെ താമസിച്ചുകൊണ്ട് നമ്മുടെ കളിക്കാരെ അയച്ചുകൊണ്ട് അവർ പല സ്ഥലത്ത് ക്യാമ്പയിനുകൾ നടത്തി, ബ്ലൈൻഡ് സ്കൂളുകളിൽ വിസിറ്റ് നടത്തി. ആ ഒരു ക്രിക്കറ്റ് ഏറ്റെടുത്ത രീതി അമേരിക്കയുടെ വെച്ച് നോക്കുമ്പം അത് വലിയ വിജയമാണ്. അത് പിന്നെ ഓസ്ട്രേലിയയും മറ്റുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അത് ഏറ്റെടുത്തു. ശ്രീലങ്കയിൽ നമ്മൾ ഒരു ഇവൻ്റ് ഇപ്പം നമ്മൾ ഹോസ്റ്റ് ചെയ്തത് ഇന്ത്യയും ശ്രീലങ്കയും കൂടിയാണ്. കാരണം പാകിസ്ഥാന് പങ്കെടുക്കേണ്ട ഒരു ന്യൂട്രൽ വെന്യൂ ആയതുകൊണ്ട് ശ്രീലങ്കയിലൊക്കെ ചെന്നപ്പോഴാണെങ്കിലും നമ്മൾ നേരിട്ട് ഇടപെട്ട സമയത്ത് ശ്രീലങ്കയിലെ ബോർഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് വലിയ രീതിയിലായിരുന്നു. അപ്പം മൊത്തത്തിൽ പിന്നെ അതേപോലെ തന്നെ ടൂർണമെൻറ്റുകൾ ഇപ്പം നമുക്ക് ട്രയാങ്കുലർ സീരീസുകളൊക്കെ ഇപ്പോൾ ദുബായ് പോലെയുള്ള രാജ്യങ്ങളിൽ നമ്മൾ ഇതിനോടകം നടത്താൻ പറ്റി. അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പം ഞങ്ങൾ സിംഗപ്പൂർ, ഹോങ്കോങ് ഒക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും ക്രിക്കറ്റിൽ പുതിയ ടീമുകൾ ബ്ലൈൻഡുള്ള സ്ഥലങ്ങളിലേക്ക് ക്രിക്കറ്റ് വ്യാപിപ്പിക്കാനും അതേപോലെ തന്നെ ക്രിക്കറ്റ് ഏറ്റെടുക്കാനും ഒക്കെ ഒരു അപ്രോച്ച് കാണുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഇത് വലിയൊരു സ്വീകാര്യത, പിന്നെ അതിന് തരുന്ന സപ്പോർട്ട്, മീഡിയയുടെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ മീഡിയയുടെ സപ്പോർട്ട് മെയിൻ സ്ട്രീം ക്രിക്കറ്റിന് കൊടുക്കുന്ന അതേ പോലെ തന്നെ ഇപ്പം പ്ലെയേഴ്സിനായിക്കോട്ടെ അല്ലെങ്കിൽ ഗെയിമിനായിക്കോട്ടെ ആ ഒരു രീതി നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ടിരുന്ന അതേ നിലവാരത്തിലേക്ക് വരുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. പ്രധാനമായിട്ട് പണത്തിൻ്റെ ഒരു കളിയാണ് ക്രിക്കറ്റ് എന്ന് പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട മെയിൻ സ്ട്രീം കളി. നമ്മളുടെ ഒരു പണത്തിൻ്റെ ഒരു ഒഴുക്ക് അല്ലെങ്കിൽ ഒരു അഭാവം എവിടെയെങ്കിലും വരുന്നത്, പ്രത്യേകിച്ച് ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൂടിയായിട്ട് ഇതിനെ ആളുകൾ കാണുന്നുണ്ടോ? ഇതിൻ്റെ ഒരു നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ ആസ്പെക്ട്സുകൾ എന്തൊക്കെയാണ്? ഇത് സത്യത്തിൽ ഒരുപാട് പേര് ഇപ്പം താങ്കൾ സൂചിപ്പിച്ച പോലെ ചാരിറ്റി ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഇതൊരു ചാരിറ്റി ആയിട്ട് കാണേണ്ട കാര്യമല്ല. അത് നമ്മൾ ഇറ്റ്സ് എ റൈറ്റ് ടൈം ടു മൂവ് ഫ്രം ദെയർ. കാരണം എന്താ വെച്ചാൽ ബ്ലൈൻഡ് ക്രിക്കറ്റ് കളിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നേരത്തെ അങ്ങ് ചോദിച്ച പോലെ ഈ ചോദ്യങ്ങളിലൊക്കെ തന്നെ, അതായത് ബോള് ഫീൽഡ് ചെയ്യുക, ഈ ബോൾ കിലുങ്ങി വരുമ്പോൾ അടിക്കുക എന്ന് പറയുന്നതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഇത് സ്കില്ലിംഗ് ആണ്. ആക്ച്വലി ഇതൊരു ട്രെയിനിങ് വേണം, കോമ്പറ്റീറ്റീവ് ആണ്. അപ്പം ഒരുപാട് പ്രൊഫഷണൽ വേയിൽ തന്നെ അതിന് എഫേർട്ട് ഉണ്ട്, ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഗേൾ ആയാലും ബോയ് ആയാലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ വി കാൻ കോൾ ഇറ്റ് ആസ് എ ചാരിറ്റി. അപ്പം നമ്മൾ അതിന് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. നമ്മൾ സ്പോർട്ട് ആ ലെവലിലേക്ക് തന്നെ ഉയർത്തി തന്നെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കാണണം എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ളവരോടും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ളതിനപ്പുറത്ത് നമുക്ക് ഈ മേഖലയിൽ കിട്ടേണ്ട ഒരു അംഗീകാരവും അതേപോലെ തന്നെ ഈ കളിക്കാർക്ക് കിട്ടേണ്ട ഐഡൻറ്റിറ്റി, ഓപ്പർച്യൂണിറ്റി, അവരുടെ സൊസൈറ്റിയിലെ ഡിഗ്നിറ്റി, ഇതെല്ലാം നമ്മൾ മെയിൻ സ്ട്രീം ക്രിക്കറ്റിലുള്ള പോലെ തന്നെ കിട്ടണം എന്നുള്ളതാണ്. പക്ഷേ ഫോളോവേഴ്സ് കുറയുന്നത് കൊണ്ടായിരിക്കാം ഈ കമ്പനികളൊക്കെ ഇതിനു വേണ്ടി മുന്നോട്ട് വരുന്നത് കുറവാണ്. CSR ഫണ്ട്സിലാണ് നമ്മൾ മെയിനായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഈ വേൾഡ് കപ്പ് ഈ 60% നമുക്ക് മാർക്കറ്റിങ്ങിലൂടെയാണ് ഫണ്ട് കിട്ടിയിട്ടുള്ളത്. അതായത് അതിൻ്റെ അർത്ഥം നമ്മുടെ ബ്ലൈൻഡ് ക്രിക്കറ്റ് നല്ലൊരു ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. കമ്പനികൾ ഈ ക്രിക്കറ്റിലേക്ക് മാർക്കറ്റിംഗ് ഫണ്ട് തരാൻ
വരാൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കാര്യത്തിൽ നല്ലൊരു വിസിബിലിറ്റി കമ്പനികൾക്കൊക്കെ ആവശ്യം വിസിബിലിറ്റിയാണ്. ഇത് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ആളുകൾ ഇത് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ മീഡിയ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്, സോഷ്യൽ മീഡിയ ഉൾപ്പെടെ അതിന് വലിയ പിന്തുണ തരുന്നു എന്നുള്ളത് തന്നെയായിരിക്കാം എന്നാണ് ഞങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി കഴിഞ്ഞ 2 ആഴ്ച കൊണ്ടുണ്ടായ മാറ്റങ്ങൾ വലിയ രീതിയിൽ നമുക്കറിയാൻ പറ്റും. പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയിക്കോട്ടെ, ICC ചെയർമാൻ ഉൾപ്പെടെ, ജയ്ഷ ഉൾപ്പെടെ നമുക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത എന്ന് പറയുന്നത് നമുക്ക് ആ തരത്തിലാണ്. കമ്പനികളായിക്കോട്ടെ. അപ്പോൾ അതിൽ ഈ മാറ്റം ഇപ്പം നമുക്ക് കളിക്കാർക്ക് ഒരുപാട് വിൻ ചെയ്തതുകൊണ്ട് ചില സംസ്ഥാന സർക്കാരുകളാണ് 10 ലക്ഷവും 15 ലക്ഷവും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ജോലിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ കളിയിൽ നമുക്ക് അങ്ങനെ ഒരു കൃത്യമായ പൈസ ഒരു പേയ്മെൻ്റായിട്ട് കൊടുക്കാൻ പറ്റാറില്ല. പക്ഷേ ഈ തരത്തിലുള്ള മാറ്റങ്ങൾ പിന്നീട് നമ്മുടെ മെയിൻ സ്ട്രീം ക്രിക്കറ്റിലെ പോലെ തന്നെ ഒരു മാച്ചിന് അവർക്ക് നല്ലൊരു മോശമല്ലാത്തൊരു സംഖ്യ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ലെവലിലേക്ക് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതായത് താരങ്ങൾ തന്നെ ആണ് യഥാർത്ഥത്തിൽ, പക്ഷേ ആ താരപ്പകിട്ട ജനം അല്ലെങ്കിൽ സമൂഹം ഇപ്പോൾ തിരിച്ചറിയുന്നില്ല. പ്രത്യേകിച്ച് അതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കാഴ്ചപരിമിതർ ഈ കളിക്കളത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും പരസ്യങ്ങളിലും ഒക്കെ ഉൾപ്പെടെ ആ താരപ്പകിട്ടും ആ താരപ്രഭയും ജനങ്ങൾ കൂടി അറിയണമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. തീർച്ചയായിട്ടും നമ്മുടെ നാട് ശ്രദ്ധിക്കുമെന്ന് തന്നെ കരുതാം അല്ലേ? യെസ് അത് മാറ്റങ്ങളുണ്ട് തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മുൻ ക്യാപ്റ്റനായിരുന്ന അജയ് റെഡ്ഡി, അർജുന അവാർഡിയാണ്, അദ്ദേഹത്തിന് ഇപ്പോൾ ചില അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചില മാറ്റങ്ങൾ നമ്മൾ പല കോണുകളിലും കാണുന്നുണ്ട്. പിന്നെ പ്ലെയേഴ്സിന് സമൂഹം തന്നെ ഒരുപാട് റെക്കഗ്നേഷൻ, അവരെ പഠിക്കുന്ന സ്ഥാപനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു ഉദ്ഘാടന ചടങ്ങുകൾ ഇങ്ങനെയൊക്കെ വിളിക്കുന്നതായിട്ടൊക്കെ നമ്മളുടെ കഴിഞ്ഞ ഒരു 3-4 വർഷത്തിനിടയിൽ വലിയ മാറ്റങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അത് താരപ്പകിട്ട് കൂട്ടും എന്ന് തന്നെയാണ് ഞങ്ങൾ തീർച്ചയായിട്ടും സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മറ്റ് ക്രിക്കറ്റേഴ്സ് എടുക്കുന്ന എഫേർട്ടിനേക്കാൾ അത് അവരുടെ തന്നെ താരങ്ങൾ പറയാറുള്ളതാണ്, നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് നമ്മുടെ കളിക്കാർ ഈ താരങ്ങളാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതേപോലത്തെ ഒരു ഐഡൻറ്റിറ്റി, റെക്കഗ്നീഷൻ, ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടേണ്ടതാണ്. നമ്മുടെ മലയാളികൾ കുട്ടികളെ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാനും കളിക്കളത്തിലേക്ക് കൊണ്ടുവരാനും സാഹചര്യമുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഒരു എങ്ങനെയാണ് നമ്മളുടെ ഈ പുതിയ തലമുറയിലെ കുട്ടികൾ ഇതിനകത്തേക്ക് കടന്നു വരുന്നത്, പ്രത്യേകിച്ച് കാഴ്ചപരിമിതരുള്ളവർ? നമ്മുടെ കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളുടെയും സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. നമുക്കിവിടെ ഇപ്പോൾ പെൺകുട്ടികളുടെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു 30 കുട്ടികളിൽ നിന്നാണ് നമ്മൾ 14 അംഗ സ്ക്വാഡ് എടുക്കുന്നത്. പിന്നെ പരിമിതരായ ബോയ്സിൻ്റെ ഇടയിൽ കുറച്ചും കൂടി ഒരു 100-110 പ്ലെയേഴ്സ് നമുക്ക് രജിസ്റ്റേർഡ് ആയിട്ടുണ്ട് ഇവിടെ. നേരെ മറിച്ച് മറ്റ് സ്റ്റേറ്റിലൊക്കെ എന്ന് പറയുമ്പം അവിടെ 300-ഉം 400-ഉം 500-ഉം പ്ലെയേഴ്സാണ് ഓരോ സ്റ്റേറ്റിലും ഉള്ളത്. നമുക്കിപ്പോൾ ഇന്ത്യയിൽ 28 ടീംസ് രജിസ്റ്റേർഡാണ്. 24 സ്റ്റേറ്റ് ടീമും 3 യൂണിയൻ ടെറിട്ടറി ടീമും റെയിൽവേയുടെ എംപ്ലോയീസ് ആയിട്ടുള്ള ബ്ലൈൻഡ് എംപ്ലോയീസ് ആയിട്ടുള്ള അവരുടെ ടീം. അങ്ങനെ ഇത്രയും ടീം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റേറ്റിനും തന്നെ 300-500 പ്ലെയേഴ്സ് ടീമിലുണ്ട്, മീൻസ് ആ സ്റ്റേറ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവർ കോമ്പറ്റീറ്റീവായിട്ട് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ടാലൻ്റൊക്കെ കണ്ടെത്താവുന്നതിൽ കുറച്ചും കൂടി എളുപ്പമുണ്ട്. നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പ്ലെയേഴ്സിൽ നിന്ന് മാത്രം വേണം കണ്ടെത്താനായിട്ട്. അത് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ ഇവിടെ കാഴ്ചപരിമിതരായവരുടെ എണ്ണത്തിലുള്ള കുറവ് ഉണ്ടെന്ന് പറയുന്നു, ദൈവാനുഗ്രഹിച്ച് നല്ല കാര്യം. പക്ഷേ അതേ സമയത്ത് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ സമൂഹത്തിൽ ചിലപ്പോഴെങ്കിലും അവർ വിഷ്വലി ഇമ്പേർഡ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ ലേബൽ ചെയ്യപ്പെട്ടു പോയാൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സൈഡ് ലൈനിങ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഫാമിലി തന്നെ അത് ചിലവർ ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിലൊക്കെ വരുമ്പോൾ അത് ചിലപ്പോൾ അവരുടെ മാരേജിനെ വരെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് നമ്മുടെ കേരള കോണ്ടെക്സ്റ്റും പിന്നെ മറ്റ് സ്റ്റേറ്റിൻ്റെ കോണ്ടെക്സ്റ്റും വളരെ ഡിഫറൻസാണ്. ആ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ കളിക്കാരെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. പിന്നെ നമ്മുടെ കളിക്കാർക്ക് പിന്നെ ഒരുപാട് സമയം ഇതിനു വേണ്ടി തന്നെ ചിലവഴിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവർ പഠിക്കുന്നവരായിരിക്കും, അപ്പോൾ അറ്റൻഡൻസിൻ്റെ പ്രശ്നം വരും, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ലീവിൻ്റെ പ്രശ്നം വരും, അല്ലെങ്കിൽ ഡെയിലി ബ്രെഡിന് വേണ്ടി പോകുന്ന പിള്ളേരായിരിക്കും, ലോട്ടറി കച്ചവടം അല്ലെങ്കിൽ സാധാരണ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊക്കെ ലീവ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമാണ്. അല്ലെങ്കിൽ നമുക്ക് അതേപോലെ ഇവർക്ക് അതിനുള്ളൊരു പേയ്മെൻറ്റ് ഇവിടെ കൊടുക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലാണ് കേരളത്തിലെ കളിക്കാർ കുറയുന്നതായിട്ടാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം, BCCയുടെ സപ്പോർട്ടൊക്കെ ഇക്കാര്യത്തിൽ ഉണ്ടെങ്കിലേ കാര്യങ്ങളൊക്കെ ഒന്ന് വേഗത്തിലാകുന്നു. അവരുടെയൊക്കെ ഒരു പിന്തുണ ഇക്കാര്യത്തിൽ ഇപ്പം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു? അവരെപ്പോലുള്ള ശക്തർ നിങ്ങളെ പിന്തുണച്ചാലേ നിങ്ങളുടെ ഈ സ്വപ്നങ്ങൾക്കൊക്കെ കുറേ കൂടി വേഗം കിട്ടുകയുള്ളൂ.
തീർച്ചയായിട്ടും ഞങ്ങൾ സത്യത്തിൽ ഞങ്ങൾ ആരെയും വെയിറ്റ് ചെയ്യുന്നില്ല. ഞങ്ങൾ BCCI ഇതുവരെ BCCI നോ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. അവർ വളരെ പോസിറ്റീവാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജയേഷ് ജോർജ് ഉൾപ്പെടെയുള്ള ഒരു ടീം നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൗരഗാംഗിയുടെ സമയത്ത് ഒരു ഡിസബിലിറ്റി കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഇപ്പോഴും ഇപ്പോഴത്തെ BCCIയുടെ ഭാരവാഹികളൊക്കെ അത് പോസിറ്റീവായിട്ടാണ്. ഇപ്പോൾ നമ്മൾ പ്ലെയേഴ്സ് വിൻ ചെയ്ത സമയത്ത് അവർക്ക് പാരിതോഷികങ്ങൾ പ്രഖ്യാപിക്കുന്ന കാര്യത്തിലൊക്കെ അവർ വളരെ പോസിറ്റീവ് സ്റ്റെപ്സ് എടുക്കുന്നു എന്നാണ് അറിയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഒരു വൺ ടൈം, അത് ഇതിനു മുമ്പും BCCI സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു വൺ ടൈം സപ്പോർട്ട് സിസ്റ്റം എന്ന പകരം ഒരു കണ്ടിന്യൂസ് സപ്പോർട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു തരത്തിലേക്ക് BCCIയോ ഗവൺമെൻറ്റുകളൊക്കെ മുന്നോട്ട് വന്നാൽ നമുക്കിപ്പോൾ ചെയ്യുന്നതിനേക്കാൾ ഒരു 10 ഇരട്ടി വേഗത, താങ്കൾ സൂചിപ്പിച്ച പോലെ ആ ഒരു വേഗതയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സ്റ്റിൽ ഞങ്ങളത് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് കമ്പനികളുടെയും മീഡിയയുടെയൊക്കെ സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇങ്ങനെയും കൂടെ വരികയാണെങ്കിൽ വലിയ മാറ്റം ഉണ്ടാവും. ഈ യാത്രയിൽ എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും നമുക്ക് പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പേഴ്സണലിയും ക്രിക്കറ്റിൽ എല്ലാ തരത്തിലും നമ്മൾ കാഴ്ചയില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മളതൊന്നും അത് എടുക്കുന്ന രീതി എന്നാണ് അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. അതിനെയൊന്നും നമ്മൾ ഒരു പരിധി കൂടുതൽ ഹൃദയത്തിലേക്ക് അങ്ങ് എടുത്ത് നമ്മളങ്ങ് ഡൗൺ ആക്കി പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞാൻ എടുക്കാറില്ല. ഞാൻ എല്ലാം പോസിറ്റീവായിട്ടേ കാണാറ്. സംഭവിക്കുന്ന എല്ലാം വളരെ നല്ലതിനാണെന്നാണ് കാണാറുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ നമ്മുടെ ക്രിക്കറ്റ് ജീവിതത്തിലായാലും സ്പോൺസർഷിപ്പിനൊക്കെ ചെല്ലുമ്പം പല ആൾക്കാരും നമ്മുടെ ക്രിക്കറ്റിനെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ പേഴ്സണലിയും എനിക്ക് അങ്ങനത്തെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളത് നോക്കുന്നില്ല. പക്ഷേ ക്രിക്കറ്റിലുണ്ടായ ചില അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന തന്നെ ചില ആളുകൾ, ഇപ്പോൾ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലൊക്കെ നമ്മൾ ദുബായിലൊക്കെ ഹോസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ അവർ പറയുന്നത് അത് രജനീഷിനെ ഓർത്ത് നിങ്ങൾ ഭയങ്കര എഫേർട്ട് എടുക്കുകയാണ്, ആ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന രീതികളുണ്ട്. അപ്പോൾ അതിലവർ ചില സമയത്ത് അവർ പറയുന്ന ചില കാര്യങ്ങൾ, അതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ക്രിക്കറ്റ് ആര് കാണാനാണ്, നിങ്ങൾ ഗ്രൗണ്ടിൽ ഡിസ്പ്ലേ ചെയ്ത് അഡ്വർടൈസ്മെൻറ്റ് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കളിക്കാൻ വരുന്നവരും കൂടി കാണില്ലല്ലോ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വളരെ വേദനാജനകമായ ചില സംഭാഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സ്പോൺസർഷിപ്പിന് ചെല്ലുമ്പോൾ അവർ വളരെ ഈസി ആയിട്ട് ഡിനൈ ചെയ്യുന്ന രീതികൾ പലപ്പോഴും നമുക്ക് അങ്ങനത്തെ ഹേർട്ടിംഗ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ പക്ഷേ അതേപോലെ തന്നെ തിരിച്ച് ഈ ഇപ്പം പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ഇന്ത്യയിൽ കിട്ടിയ ഈ ലാസ്റ്റ് 10-15 ഡേയ്സിൽ കിട്ടിയ സ്വീകാര്യതയുടെ മുകളിൽ അവർ തന്നെ എനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചു, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വലിയ വിസിബിലിറ്റിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും 110 കോടി ജനങ്ങളെങ്കിലും ഇതിനോടൊക്കെ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളാണല്ലോ പറഞ്ഞത് വിസിബിലിറ്റി കുറവാണെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അവർ ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്തു. അതിൽ ഒരുപാട് അവർ ഖേദിച്ച് സംസാരിച്ചിരുന്നു. അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷനും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കും പറയാനുള്ള വലിയ മെസ്സേജുകൾ അതൊക്കെയാണ്. പ്രധാനമായിട്ട് വിസിബിലിറ്റി ഇല്ലാതിരിക്കുക എന്ന് അവർ പറയുമ്പോൾ നമ്മൾക്കറിയാമല്ലോ വിസിബിലിറ്റി ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ അറിയാം. അപ്പോൾ നമ്മളിതിനെ മൊത്തത്തിൽ ജീവിതത്തെയും ഈ ഇത്തരം കാര്യങ്ങളെയൊക്കെ കാണുന്ന വേറൊരു തലത്തിൽ നിന്നായിരിക്കുമല്ലോ. അത് എത്രത്തോളം ഈ കാഴ്ചയുള്ളവർക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് തോന്നാറുണ്ട്. അതെ അത് പിന്നെ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ് അവരെ അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ഓരോ ബ്ലൈൻഡായിട്ടുള്ള ആൾക്കാരും നമ്മുടെ ബെസ്റ്റ് നമ്മൾ പുറത്തെടുക്കുക, നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ആരെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യുന്നില്ല എന്നോ അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞെന്നോ ഇങ്ങനെ പറഞ്ഞെന്നോ വിചാരിച്ചിട്ട് നമ്മളതിലൊന്നും തളരാതെ അല്ലെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നമുക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടെങ്കിൽ അതിന് ഇറങ്ങിത്തിരിക്കുക. അത് കൃത്യമായിട്ട് അത് വർക്കൗട്ട് ആവും എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതേപോലെ തന്നെ ആളുകൾ തിരിച്ചറിയും. അത് അവർ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ടാവും. ചിലപ്പോൾ ഒരു 1000 പേര് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പം 10 പേരായിരിക്കും അല്ലെങ്കിൽ 5 പേരായിരിക്കും. പക്ഷെ നമുക്ക് ആ 5 പേരിലൂടെ നമുക്ക് ബാക്കിയുള്ള ഇതേപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക. നമ്മൾ വലിയ രീതിയിൽ നമ്മളെ തന്നെ ബ്രാൻഡ് ചെയ്യുക. അത് കാരണം അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സമൂഹത്തിനെ നമ്മുടെ ജോലി എന്താണ്, അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നമ്മളുടെ വിശ്വാസത്തിലെടുത്ത് നമ്മളുടെ ക്രിക്കറ്റൊക്കെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ്. ക്രിക്കറ്റ് ഇറ്റ്സ് ബ്രിഡ്ജിങ് ബിറ്റ്വീൻ ദ ബ്ലൈൻഡ് കമ്മ്യൂണിറ്റി ആൻഡ് മെയിൻ സ്ട്രീം സൊസൈറ്റി. അപ്പം നമ്മൾ ആ ഒരു തരത്തിലുള്ളൊരു മുഖ്യധാരയായിട്ട് ഒരു ബ്രിഡ്ജിങ് നടത്തുക, മുന്നോട്ട് പോവുക. അവർ തീർച്ചയായിട്ടും സമൂഹം മുന്നോട്ട് വരും. കുറേയൊക്കെ തീർച്ചയായിട്ടും അവർക്ക് അറിയില്ലാത്തത് കൊണ്ട് മാത്രമാണെന്നേ ഞാനത് വിശ്വസിക്കുന്നുള്ളൂ. അപ്പം നമ്മളുടെ തന്നെ ഉത്തരവാദിത്വമാണ് അത് ആ തരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്.
ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചില ഗോൾസുകളെ കുറിച്ച് കൂടി പറയുകയാണെങ്കിൽ നമുക്ക് ഭാവി എങ്ങനെയാണെന്ന് കൂടി അറിയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ? നമ്മൾ പിന്നെ ക്രിക്കറ്റ് ഇപ്പം ഞാനിപ്പം വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിൽ സെക്രട്ടറി ജനറൽ ആണല്ലോ. അപ്പം നമ്മുടെ ജോലി ഇപ്പോൾ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ കുറച്ചും കൂടി ടീമുകൾ ഇപ്പോൾ നിലവിലുള്ള വീക്കർ കൺട്രീസിനെ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യുക, കൂടുതൽ ട്രെയിനിങ് പ്രോഗ്രാംസ് അവർക്ക് വേണ്ടി ചെയ്യുക, പിന്നെ ഒരു ഇൻ്റർനാഷണൽ പെർഫോമൻസ് ഹൈ പെർഫോമൻസ് സെൻറ്റർ ദുബായിൽ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് ദുബായിലേക്ക് WBCC ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിനൊരു സ്ട്രക്ചർ കൊണ്ടുവരിക, കൂടുതൽ ട്രെയിനിങ് മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കുക. അതേ ബ്ലൈൻഡ് ക്രിക്കറ്റ് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു 10,000-ന് മുകളിൽ ക്രിക്കറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ മറ്റു രാജ്യങ്ങളിൽ ഇതേപോലെയുള്ള ബ്ലൈൻഡ് ഉള്ള രാജ്യങ്ങൾ ക്രിക്കറ്റ് നോൺ പ്ലേയിങ് ക്രിക്കറ്റ് കൺട്രീസ് ആണെങ്കിൽ കൂടി അവർക്ക്, കാരണം ഇതൊരു എംപവർമെൻറ്റ് ടൂളാണ് ആക്ച്വലി. ഇതൊരു മോർ ദാൻ ക്രിക്കറ്റ് ആക്ച്വലി വി ആർ യൂസിങ് ഇറ്റ് ആസ് എ എംപവറിങ് ടൂൾ. അപ്പോൾ ആ തരത്തിൽ അവർക്ക് നമുക്ക് സ്കില്ലിങ്ങിനും ഒക്കെ ഉപയോഗിക്കാവുന്ന തലത്തിൽ നമ്മളിത് കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പോൾ ഒരു ഹൈ പെർഫോമൻസ് സെൻറ്റർ ഉൾപ്പെടെ ഒരു പ്രൊഫഷണൽ ലീഗും ആ തരത്തിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ സ്ട്രക്ചർ ചെയ്യുക, ക്രിക്കറ്റിനെ അതേ രീതിയിൽ ഇൻ്റർനാഷണലി വളർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ് ഇപ്പം നിലവിൽ കാണുന്നത്. തുടർന്നും ഇതേപോലെയുള്ള വേൾഡ് കപ്പുകളും ടൂർണമെൻറ്റുകളും എല്ലാ രാജ്യങ്ങളും ഇൻവോൾവ് ആകുന്ന തരത്തിൽ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസിന് നടത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് കാണുന്നത്. എന്തായാലും രജനീഷ് ഹെൻറിയുടെ ആ കാഴ്ചയുടെ ലോകം, കാഴ്ച എന്ന് പറഞ്ഞാൽ അകക്കണ്ണിൻ്റെ വെളിച്ചം, ആ വെളിച്ചത്തിൻ്റെ തെളിച്ചം തീർച്ചയായും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഇനിയുള്ള ഭാവി തികച്ചും ഈ കാഴ്ചാപരിമിതരുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പാണ്. വലിയ സന്തോഷം ഇത്രയും നേരം നമ്മളുമായി സഹകരിച്ച് ഭാവി കാര്യങ്ങൾ പറഞ്ഞതിന്. എന്തായാലും എല്ലാവിധ ഭാവുകങ്ങളും അങ്ങേക്ക് നേരുകയാണ്. താങ്ക് യു സോ മച്ച്. അതേപോലെ തന്നെ അമൃതയ്ക്ക് പ്രത്യേകം, അമൃത TV-ക്ക് ഒരു ഞങ്ങളുടെ എല്ലാവരുടെയും ബ്ലൈൻഡ് ക്രിക്കറ്റ് അസോസിയേഷൻ ഇന്ത്യയുടെയും വേൾഡിൻ്റെയും സ്റ്റേറ്റിൻ്റെയും എല്ലാവിധ പിന്നെ താങ്ക് യുവും അതേപോലെ തന്നെ അപ്രിഷ്യേറ്റും ചെയ്യുകയാണ്. കാരണം ഇതേപോലെയുള്ള ഇനിഷ്യേറ്റീവുകളാണ് നമുക്ക് കൂടുതൽ വിസിബിലിറ്റിയും പ്ലാറ്റ്ഫോം തരുന്നത്. അപ്പോൾ അതിന് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതിലും ഇങ്ങനെ ഒരു അവസരം തന്നതിലും ഉള്ള നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. താങ്ക് യു.